കർക്കിടകവാവിന്റെ മറവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ GST കൊള്ളയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് പ്രസിഡന്റ് കെ ജയകുമാർ. നിയമപരമല്ലാതെയാണ് പണം വാങ്ങിയതെങ്കിൽ തിരിച്ചു നൽകാൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ദേവസ്വം പ്രസിഡന്റ് ഫോണിലൂടെ നിർദ്ദേശം നൽകുന്ന ദൃശ്യവും അദ്ദേഹത്തിന്റെ പ്രതികരണവും ആദ്യം ജനം ടിവിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ജനം ബിഗ് ഇമ്പാക്ട്. വർക്കല ദേവസ്വത്തിന്റെയാണ്. വർക്കല ലേലത്തിന്റെ അല്ല, വെലിത്തറ ലേലമല്ല. വെലിത്തറയിൽ ഓരോ തന്ത്രിയും എടുക്കുകയാണ്. 6000 രൂപയാണ് എടുക്കുന്നത്. അതിൽ 18% ലേലം വെച്ച് വേണം കൊടുക്കുന്നത്. GST നിയമമാണത്. പക്ഷേ GST നമ്പർ ഇല്ല. സെൻട്രൽ GST എത്രന്നില്ല, സ്റ്റേറ്റ് GST എത്രന്നില്ല. വർക്കല നമ്മുടെ രസീതാണോ? അത് ഇപ്പൊ തന്നെ പരിശോധിക്കാം. അത് മാത്രമല്ല, ലേലം ചെയ്യുകയല്ലോ, അത് ലേലമാണ്. 10,000 മുകളിൽ 10,000 രൂപയ്ക്ക് അല്ല സാറേ, ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. 10,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ ലേലം ചെയ്യാൻ ഈ GST അത്രേ ഉള്ളൂ. പക്ഷേ ഇത് 6,000 രൂപയാണ്. 6,000 രൂപയാണ്. അതിലാണ് 18% ടാക്സ് ഈടാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ടാക്സ് ഈടാക്കുമ്പോൾ അതിനകത്ത് പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. GST നമ്പർ രേഖപ്പെടുത്തണം, GST എത്രയാണ് രേഖപ്പെടുത്തണം, സ്റ്റേറ്റ് GST എത്രയാണ് രേഖപ്പെടുത്തണം. ഒന്നുമില്ലാതെ ഒരു വെറും പേപ്പറിൽ 18% GST എഴുതി കൊടുത്തിരിക്കുകയാണ്. അതിപ്പോ ഇപ്പൊ തന്നെ പരിശോധിക്കാം. വർക്കലയിലാണ് ഒരു വിഷയം, വേറെങ്ങും വന്നിട്ടില്ല. ഇപ്പൊ തന്നെ ശ്രദ്ധപ്പെടുത്തിയതിന് നന്ദി. പിന്നെ അവിടെ ഈ ഒരു പരാതി വന്നതേ വളരെ സീരിയസ് പരാതിയാണ്. ഈ നമ്മളവിടെ ഈ പുരോഹിതന്മാരെ വിളിച്ചിരിക്കുകയാണല്ലോ നാളത്തെ ബലിതർപ്പണത്തിനുള്ളത്. അപ്പോൾ ഇവർക്ക് നമ്മൾ ലൈസൻസ് ഫീ വാങ്ങിച്ചിട്ട് 6,000 രൂപ ലൈസൻസ് ഫീ, അങ്ങനെയല്ലേ ഇവിടെ? അതിൽ ടെൻഡർ നമ്മൾ ഓപ്ഷൻ ചെയ്തൊന്നും കൊടുത്തതല്ലല്ലോ. ലൈസൻസ് ഫീ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് ലൈസൻസ് ഫീ ആയിട്ട് കിട്ടുന്ന ദക്ഷിണ അവർക്ക് വാങ്ങിക്കാം, ലൈസൻസ് ഫീ നമുക്ക് തരണം, അതല്ലേ ധാരണ. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ 18% നമ്മൾ GST ഈടാക്കിയിരിക്കുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, 10,000 രൂപയ്ക്ക് മുകളിലുള്ളതിനല്ലേ GST ഉള്ളൂ, അതിന് താഴെ ഉണ്ടോ GST പരിശോധിക്കണം. രണ്ട്, GST കൊടുത്തിരിക്കുന്ന രസീത് എന്ന് പറയുന്നത് വെറുതെ എഴുതിയിരിക്കുകയാണ്. GST നമ്പറൊക്കെ ഇപ്പോൾ തന്നെ എൻ്റെ ഒരു മാധ്യമ പ്രവർത്തകനാണ് അത് കാണിച്ചു തന്നത്. വെറുതെ GST എന്നും പറഞ്ഞ് 18 വാങ്ങിച്ചിരിക്കുകയാണ്. ഒന്ന്, ഈ ലൈസൻസികളിൽ നിന്ന് GST വേണമോ എന്നുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ മനുവിനോട് വിളിച്ച് ചോദിക്കണം കേട്ടോ. ഇവിടുത്തെ അക്കൗണ്ട്സ് ഓഫീസറോട് ഇപ്പോൾ തന്നെ വിളിച്ച് ചോദിക്കണം. രണ്ട്, 10,000 രൂപയ്ക്ക് താഴെയാണ് ലൈസൻസ് ഫീ എങ്കിൽ GST വേണമോ. മൂന്ന്, അങ്ങനെ GST വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ GST നമ്പർ ഉൾപ്പെടെ എഴുതിയിട്ടുള്ള രസീതല്ലേ കൊടുക്കേണ്ടത്. ഇതിപ്പോൾ തന്നെ റെക്ടിഫൈ ചെയ്യണം. കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം തിരിച്ചു വാങ്ങിച്ച് വേറെ കറക്റ്റ് രസീത് കൊടുക്കണം. അതല്ല, നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നിയമപരമല്ല എങ്കിൽ ഈ വാങ്ങിച്ചത് എല്ലാവർക്കും ആ പൈസ എത്രയാണോ വാങ്ങിച്ചത് 6,000 രൂപ വെച്ചിട്ട് ബാക്കി പൈസ തിരിച്ചു കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ വലിയ വിമർശനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ല, നിങ്ങൾക്ക് നിയമപ്രകാരം വാങ്ങിക്കാൻ അർഹതയുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് GST നമ്പർ ഉൾപ്പെടെയുള്ള രസീത് കൊടുക്കണം. എന്തായാലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, അങ്ങനെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കർക്കിടകവാവ് എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ദേവസ്വം ബോർഡിന് ഒരു പ്രശ്നമുണ്ട്. എന്തെല്ലാം ഹൈന്ദവ ആചാരങ്ങൾ, എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് പൈസ വരുന്ന എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതിലെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു ക്രമക്കേട് നടത്തി പണം പെട്ടിയിലാക്കുക എന്നുള്ളൊരു നടപടി അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് കാലാകാലങ്ങളായി നടക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കർക്കിടകവാവിന്റെ മറവിൽ വൻ തീവട്ടിക്കൊള്ളയ്ക്കായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രമിച്ചത്. എന്നാൽ അതിന് ജനം TV വാർത്ത ഈ പുറത്തു വന്നതിന് പിന്നാലെ, പ്രശാന്തിന്റെ ഈ വാർത്ത വന്നതിന് പിന്നാലെ ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് തന്നെ നിർണായകമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു, അല്ലേ പ്രശാന്ത്? ആതിര, തീർച്ചയായും ജനം TVയുടെ ഇടപെടൽ അതിന് ഫലം കണ്ടിരിക്കുന്നു. ഇപ്പോൾ വർക്കല ദേവസ്വം ബോർഡിൽ നിന്നും പൂജാരിമാരിൽ നിന്നും അനധികൃതമായി പിരിച്ചെടുത്ത 18% GST ഇനത്തിൽ പിരിച്ചെടുത്ത തുക അത് തിരിച്ച് പൂജാരിമാർക്ക് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്ന വിവരം. ജനം TVയാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. ഈ വർക്കല ബലിതർപ്പണത്തിന് എത്തുന്ന ഭക്തരിൽ നിന്നും ബലിതർപ്പണത്തിനെത്തുന്ന പൂജാരിമാരിൽ നിന്നും 18% GST ആണ് ഈടാക്കാൻ ശ്രമിച്ചത്. അതായത് ബലിത്തറകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ആ ബലിത്തറകൾക്ക് 18% GST ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ കൊള്ള ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നത്. മാത്രമല്ല, അങ്ങനെ GST ഏർപ്പെടുത്തിയതിനു ശേഷം ഈ പൂജാരിമാർക്ക് നൽകിയ ആ ബില്ലിൽ 18% GST എന്ന് മാത്രമാണ് എഴുതിയിരുന്നത്. അതിൽ സ്റ്റേറ്റിന്റെ GST എത്രയാ, അല്ലെങ്കിൽ സെൻട്രൽ GST എത്രയാണ്, മാത്രമല്ല GST നമ്പർ ഏതാണ്, ഇതൊന്നും രേഖപ്പെടുത്താതെ ഒരു റെസിപ്റ്റ് മാത്രം, ആ ഒരു റെസിപ്റ്റിൽ പേന കൊണ്ട് ഇത്തരത്തിൽ 18% GST
എന്ന് എഴുതി അതിന്റെ തുകയും കൂടി എഴുതിയിട്ടാണ് പൂജാരിമാരിൽ നിന്നും അനധികൃതമായി പണം കൈപ്പറ്റിയത്. ഈ പണം തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഈ കൈപ്പറ്റിയ പണം അത് ദേവസ്വം ബോർഡിലേക്ക് എത്തുമോ എന്ന് പോലും അറിയാൻ സാധിക്കില്ലായിരുന്നു. കാരണം ഇത്തരത്തിൽ കൃത്യമായ നമ്പറുകളൊന്നുമില്ലാതെ എങ്ങനെയാണ് GSTയുടെ പരിധിയിൽ ഇതൊക്കെ വരുന്നത് എന്ന് തന്നെ അടക്കം സംശയമുണ്ടായിരുന്നു. ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സമക്ഷം ജനം TV ചൂണ്ടിക്കാണിച്ചു. ജനം TV ഇത് പുറത്തു കൊണ്ടുവന്നു. ഈ ബില്ലടക്കം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉടനടി ഇതിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്, ഇതിലൊരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം പ്രസിഡന്റ് നമ്മുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ജനം TVയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിക്കുകയും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിക്കുകയും ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. 10,000 രൂപയിൽ താഴെ GST ഏർപ്പെടുത്താൻ പാടില്ല എന്നിരിക്കുകയാണ് ഇത്തരത്തിലൊരു നിലപാട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായത്. അത് വർക്കലയിൽ നിന്നുണ്ടായത്, വർക്കല ദേവസ്വം ബോർഡ് അധികൃതരുടെ ഭാഗത്തുണ്ടായത്. ഇത് ജനം TVയുടെ മുന്നിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണറോട് ദേവസ്വം പ്രസിഡന്റ് സംസാരിച്ചതിന് ശേഷം ഇത് കൃത്യമായി വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തതിനു ശേഷം തെറ്റായിട്ടാണ് പണം പിരിച്ചതെങ്കിൽ അല്ല അനധികൃതമായിട്ടാണ് പണം പിരിച്ചതെങ്കിൽ അത് അവർക്ക് ആ പൂജാരിമാർക്ക് തിരിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിൽ നടപടി വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും 18% നികുതി ഇനത്തിൽ പിരിച്ച തുക അത് എത്രയാണോ ആ തുക പിരിച്ചത് അത് മുഴുവനും നൽകാനുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ്. അതത് കൈപ്പറ്റിയ പൂജാരിമാർ ആരൊക്കെയാണെങ്കിലും അവർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഈ പണം തിരികെ വാങ്ങാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ജനം TV നടത്തിയ ഇടപെടലാണ് ബലം കണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ മുതൽ ഈ GSTയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലൈവ് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു ക്രമക്കേട് ഭക്തരെ പിഴിയുന്ന ഒരു സമീപനം ആണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. നമുക്കറിയാം, ക്ഷേത്രങ്ങളിൽ അത് അർച്ചനയായാലും ശരി, ആരാധനയായാലും ശരി, മറ്റ് പുള്ളുവൻ പാട്ടായാലും ശരി, ഇത്തരത്തിൽ ബലിതർപ്പണങ്ങളായാലും ശരി, ഇതിനൊന്നും GSTയുടെ പരിധിയിൽ വരുന്നതല്ല, സർവീസ് ടാക്സിന്റെ പരിധിയിൽ വരുന്നത് അല്ല എന്നിരിക്കെ ഇത്തരത്തിൽ ഭക്തരെ പിഴിയുന്നൊരു നീക്കമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായത്, ദേവസ്വം അധികൃതരുടെ ഭാഗത്തുണ്ടായത്. അതിലാണ് ഇപ്പോൾ തടയിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്, ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ശക്തമായ ഇടപെടൽ ജനം TVയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജനം TVയുടെ ഭാഗത്തു നിന്നുകൊണ്ടുവരുന്ന ഹിന്ദു ഐക്യവേദി നേതാക്കളും വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാക്കന്മാരുമെല്ലാം സംസാരിക്കുക കൂടി ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മുഴുവൻ തുകയും ഭക്തരിൽ നിന്നും അതോടൊപ്പം തന്നെ പൂജാരിമാരിൽ നിന്നും കൈപ്പറ്റിയ മുഴുവൻ തുകയും അവർക്ക് തിരിച്ചു നൽകണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നു. മാത്രമല്ല, അതത് പൂജാരിമാർ വർക്കല ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്നും അവർക്ക് ആ ബില്ല് കൈപ്പറ്റിയ ബില്ല് അത് തിരിച്ചു നൽകി കഴിഞ്ഞാൽ അവർക്ക് പണം തിരിച്ചു നൽകുമെന്ന ഉറപ്പും ലഭിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇതിലൊരു ഇടപെടലാണ് ജനം TV നടത്തിയത്. രാവിലെ മുതൽ ഈ തീവട്ടിക്കൊള്ളയിൽ ഭക്തരെ കൊള്ളയടിക്കുന്ന പൂജാരിമാരെ കൊള്ളയടിക്കുന്ന ഈ തീവട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജനം TV രാവിലെ മുതൽ വാർത്ത നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായും ദേവസ്വം ബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് മുതൽ തന്നെ ഇത്തരത്തിലുള്ള തീവട്ടിക്കൊള്ളകൾ പല രീതിയിൽ നടത്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദേവന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ പണം പിടിക്കുക വാങ്ങുക, ഭക്തരിൽ നിന്നും പണം പിടുങ്ങുക, അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പണം കൈവശപ്പെടുത്തുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ദേവസ്വം ബോർഡിൽ ഇല്ല എന്നതിന് ഒരിക്കൽ കൂടി ഒരു തെളിവുകൾ കൂടി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊരു കടയിൽ പോയി ഏതെങ്കിലും ഒരു ഭക്ഷണശാലയിൽ പോയി ഭക്ഷണം കഴിച്ചാൽ പോലും അതിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കഴിച്ച ഭക്ഷണത്തിന് എത്രയാണ് GST ഈടാക്കിയെന്ന് അവർ ബില്ല് തരും, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ബില്ല്. ആ ബില്ലിൽ സ്റ്റേറ്റിന്റെ GST എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്, സെൻട്രലിന്റെ GST എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്, മാത്രമല്ല മുഴുവൻ തുക എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല GSTയുടെ ബിൽ, അതുമായി ബന്ധപ്പെട്ട നമ്പർ, GST നമ്പർ, ആ സ്ഥാപനത്തിന്റെ GST നമ്പർ അത് ഏതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടായിരിക്കും നമുക്ക് ആ ബില്ല് തരുന്നത്. ദേവസ്വം ബോർഡ് പോലൊരു സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ആ ദേവസ്വം ബോർഡിന്റെ സ്ഥാപനത്തിൽ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം പോലെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രത്തിൽ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പിതൃതർപ്പണത്തിനെത്തുന്ന ആ വർക്കല ക്ഷേത്രത്തിലെ വർക്കല ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നാണ് ഈ കൊടിയ അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. വെറുമൊരു പേപ്പറിൽ, അതൊരു റെസിപ്റ്റ് ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലൊരു പേപ്പറിൽ അതിൽ പണം രേഖപ്പെടുത്തുകയും GST നമ്പർ രേഖപ്പെടുത്തിക്കൊണ്ട് ഇതാണ് GST, 18% GST ഈടാക്കിയിരിക്കുന്നത്, നിങ്ങൾ പൈസ തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പല നാട്ടിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് അതായത് കാസർഗോഡ് നിന്ന് എത്തുന്ന പൂജാരിമാരുണ്ട്, അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് എത്തുന്ന പൂജാരിമാരുണ്ട്, അതോടൊപ്പം തന്നെ എറണാകുളം, അങ്ങനെ നാടിന്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന പൂജാരിമാരിൽ നിന്നും അനധികൃതമായി പണം കൈപ്പറ്റാൻ നടത്തിയ ആ നീക്കമാണ് ജനം TV പുറത്തു കൊണ്ടുവന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശം വന്നിരിക്കുന്നു. അസിസ്റ്റന്റ് കമ്മീഷണറോട് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തണമെന്ന് നിർദ്ദേശം വന്നിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊടുത്ത പണം തിരിച്ചു വാങ്ങിക്കാൻ, അതായത് ഈ ബില്ല് റെസിപ്റ്റ് കാണിച്ചുകൊണ്ട് ആ പൂജാരിമാർ അടച്ച പണം അത് തിരിച്ചു വാങ്ങാമെന്ന നിർദ്ദേശം വ്യക്തമാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത്